വമിൻ അകാബിരി തലാമിദത്തിഹി, മഹാനായ സദഖത്തുല്ലാഹി തങ്ങളുടെ ശിഷ്യ പ്രമുഖരിൽപ്പെട്ട ഒരാളാണ് ആര്? അൽ അല്ലാമത്തുൽ ജലീലു അഖുഹു ശൈഖ് സലാഹുദ്ദീൻ സാഹിബുൽ ഖസീദത്തി ഷഹീറത്തി ബി സലാഹുദ്ദീൻ. സലാഹുദ്ദീൻ എന്നതുകൊണ്ട് പ്രചാരം നേടിയ നമ്മുടെ ഈ കവിതയുടെ സാഹിബായ സലാഹുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ സഹോദരനാണ് ആര്? ഈ പറയുന്ന അല്ലാമത്തുൽ ജലീൽ എന്ന് പറയുന്ന ആള്. വലഹു, അദ്ദേഹത്തിന് ഖംസു ബനാത്തിൻ ആബിദാത്തിൻ, ഇബാദ് ചെയ്യുന്ന ഒരു 5 പെൺകുട്ടികളുണ്ടായിരുന്നു. ആബിദീങ്ങളായ 5 പെൺകുട്ടികൾ. വബിനു വാഹിദിൻ, ഒരു മകനും ഉണ്ടായിരുന്നു. ഓവ ഷെയ്ഖുൽ അല്ലാമത്ത് മുഹമ്മദ് ലബ്ബൽ ഖാഹിരിയോ, ആ മകൻ ഷെയ്ഖുൽ അല്ലാമത്ത് മുഹമ്മദ് ലബ്ബൽ ഖാഹിരി എന്ന് പറയുന്ന ആളാണ്. അൽ മുതവഫ സനത 1230, 1230 വർഷത്തിൽ അദ്ദേഹം വഫാത്താവുകയും ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം സാഹിബ് കിതാബിൽ മീസാൻ വൽ അജ്നാസൈനി, മീസാൻ 2 അജ്നാസ് എന്നീ കിതാബുടെ മുസന്നിഫുമാണ് ഇദ്ദേഹം. അവ്വലു ആദിൽ ഖസീദത്തി, എന്നാൽ ഈ ഖസീദയുടെ ആദ്യം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി ഹംദൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണല്ലോ. ഇതാണ് ഈ ഖസീദയുടെ തുടക്കം. ഏത് കുത്തുബൈത്തിന്റെ ഖസീദയുടെ തുടക്കം അതാണ്. അപ്പൊ പിന്നെ അതിന്റെ മുഖദ്ദിമുണ്ടല്ലോ, മുന്നോടിയായിട്ട് ബെയ്ത്ത് തുടങ്ങിന് മുമ്പുള്ള ഫാത്തിഹയിൽ. അപ്പൊ അമ്മ മുഖദ്ദിമത്തുഹ, ഈ ഖസീദയുടെ മുഖദ്ദിമ അൽ മുഅ്താദു ഖിറാഅത്തുക, പതിവായി ഓതപ്പെടുന്നതായ മുഖദ്ദിമ. ഈ ദിയാറിൽ മലൈബാരിയത്തി, നമ്മുടെ മലബാർ വീടുകളിൽ പതിവായി ഓതി വരുന്ന ഈ ഖസീദയുടെ മുഖദ്ദിമ എങ്ങനത്തത്? അൽ മുബ്തദഅതു ബിഖൗലിഹി ഇലാ ഹദ്റതി ശഫീഇനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അത് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങപ്പെട്ടതായ പതിവായി ഓതപ്പെടുന്ന മുഖദ്ദിമ ഫലൈസത്ത്, ആ മുഖദ്ദിമയല്ല ലിസാഹിബിൽ ഖസീദത്തി, സദഖത്തുല്ലാഹി തങ്ങളുണ്ടാക്കിയ ഖുതുബിയ്യത്ത് എന്ന് പറയുന്ന ആ ഖസീദയുടെ ഭാഗത്തുപെട്ടതല്ല, മൂപ്പർ ഉണ്ടാക്കിയതല്ല ആ ഭാഗം. ബൽ എന്ന് മാത്രമല്ല, ഇയ്യാകദ്ദുആഇൽ ആതി ബഅദൽ ഖസീദത്തി, ശേഷം വരുന്ന പ്രാർത്ഥനയുണ്ട് ഖസീദ കഴിഞ്ഞാൽ. ആ പ്രാർത്ഥന പോലെ തന്നെയാണ് ഈ മുഖദ്ദിമ. അപ്പൊ ഇത് രണ്ടും ആർക്കുള്ളതാ? ലിശൈഖിൽ അല്ലാമത്തി ഷാഇർ മുഫ്ലഖ് അൽ മൗലവി ഇബ്രാഹിം കുട്ടി ഇബ്നു ശൈഖിൽ ഫാദിൽ നഹ്രീരി സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ അഖീർ ഇബ്നു ശൈഖ് മാഹി ഹസൻ ഇബ്നു ശൈഖ് അബ്ദുൽ അസീസ് ഇബ്നു ശൈഖ് കമാലുദ്ദീൻ ഇബ്നു ശൈഖ് അബ്ദുൽ അസീസ് ഇബ്നു ശൈഖ് കമാലുദ്ദീൻ ഇബ്നു ശൈഖ് അബ്ദുൽ അസീസ് ഇബ്നു മൗലാന അഹമ്മദ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ സഗീർ സാഹിബ് ഫത്ഹുൽ മുഈൻ. ഇങ്ങനെ പോകുന്നു ഈ പറയുന്ന ശൈഖ് അല്ലാമത്തു ഷാഇർ മുഫ്ലഖിൽ മൗലവി ഇബ്രാഹിം കുട്ടിയുടെ പരമ്പര. മൂപ്പരുണ്ടാക്കിയതാണ് ഈ മുഖദ്ദിമിന് ശേഷമുള്ള പ്രാർത്ഥനയും. അത് ഖസീദ മുസന്നിഫുള്ളതല്ല എന്ന് മനസ്സിലായി. ഇപ്പൊ വൈരിഹി ഫത്ഹുൽ മുഈന്റെയും അല്ലാത്തിന്റെ മുസന്നിഫാണുള്ളത് സൈനുദ്ദീൻ മഖ്ദൂം സയ്യിദ് തങ്ങൾ. ഉലിദ സാഹിബുൽ മുഖദ്ദിമ, നമ്മൾ ഈ പറഞ്ഞ മുഖദ്ദിമയുടെ മുസന്നിഫിന് ജന്മം നൽകപ്പെട്ടത് റഹ്മത്തുള്ളാഹി അലൈഹി സനത 64 ബഅദൽ അൽഫ് മിനൽ ഹിജ്റത്തി,
ഹിജ്റ വർഷം 1264 ജന്മം. വലഹു അശ്ആറും ബിൽ മറാസി വത്തഹാനി, മംഗളഗാനങ്ങളായിട്ടും മനുഷ്യവരെ മധു ചെയ്തുകൊണ്ടുള്ള മധുഗാനങ്ങൾ ഒരുപാട് ഈ പറയുന്ന മുഖദ്ദിമയുടെ മുസന്നിഫായ ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആളുകൾക്കുണ്ട്. മാത്രമല്ല മുഅല്ലഫാത്തുൻ കസീറത്തുൻ, അധിക രചനകളുമുണ്ട്. മിൻഹ, ആ രചനകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഹാഷിയത്തുൻ ജലീലത്തുൻ അലാ കിതാബി സുആലി ഫി ബയാനി സുആൽ ഖബരി വ ജവാബിഹി ലിശൈഖിൽ ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തി. മഹാനവറുകൾക്കുള്ള കിതാബാണല്ലോ ഏത്? കിതാബ് സുആൽ ഫി ബയാനി സുആൽ ഖബരി വ ജവാബ് എന്ന കിതാബ്. അതിന്റെ മേലിൽ വലിയതായിരിക്കുന്ന ഒരു ഹാഷിയ ഗീറ്റുണ്ട്. അത് ഈ മഹാന്റെ ഇബ്രാഹിം കുട്ടിയുടേതാണ്. വഹാഷിയത്തുൻ അലാ ഖസീദത്തി ഇൻശിഅത ഫി മസായിൽ മുവാഫിഖി വൽ മസ്ബൂഖി വഉസൂൽ الذبി ഫി അഹ്കാം الذബിഹി വൽ മസീദി എന്ന് പറയുന്ന കിതാബുകളെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്ന ഖസീദയുണ്ട്. അതിനും ഒരു ഹാഷിയ ഗീറ്റുണ്ട്. അതുപോലെ തന്നെ ഖസീദ തർജിമാത്തിൽ മഅ്കൂലാത്തി ومولد النفيسة المصرية ومولد أصحاب الكهف وتراجم العبارية المواليد وغيرها. ഇങ്ങനെ അനേകം കിതാബുകൾ രചിച്ചിട്ടുണ്ട്. തർജിമത്തുൽ മൗലിദി അൽ മംഗൂസ് വതർജിമത്ത് സൂറത്തുൽ കഹ്ഫ് വതർജിമത്ത് സൂറത്തുൽ ഫാത്തിഹത്തി വഗൈരിഹ. ഇങ്ങനെ ഒരുപാട് കിതാബുകൾ രചിച്ച മഹാനാണ് ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന ആള്. വകാന റഹ്മത്തുള്ളാഹി അലൈഹി വാഇലൻ കബീറ. ഇബ്രാഹിം കുട്ടിയാണെങ്കിലോ വലിയ വലിയ പേരുകെട്ട വായിലായിരുന്നു. ഇപ്പൊ മുഫ്തിയ ഷഹീറ, പ്രചാരത്തിലുള്ള നല്ല പ്രചാരത്തിലും ഒക്കെ വന്ന വലിയ ഒരു മുഫ്തിയുമായിരുന്നു മൂപ്പര്. ഫലമ്മ ഹസ്സനൽ ഉലൂമ, അങ്ങനെ വേണ്ടപ്പെട്ട ഇൽമുകളെല്ലാം മൂപ്പര് കരഗതമാക്കിയപ്പോൾ അഖാമ മുദദ്ദിസൻ ഫി ജാമിഉ ഫന്നാൻ, ഫന്നാനി ജുമുഅത്ത് പള്ളിയിൽ മൂപ്പര് മുദദ്ദിസായിക്കൊണ്ട് താമസിച്ചു. അത്യാവശ്യം ഇൽമുകളൊക്കെ നേടി. ജമനം തബീർ, ഒരുപാട് കാലം അവിടെ അങ്ങനെ മുദദ്ദിസായി വന്നു. വകാന ഹബീബൻ ഖാസൻ ലിശൈഖിൽ വലിയ്യൽ മജ്ദൂബ് അശ്ശഹീർ ബി വലിയില്ലാഹിൽ ഫരീദിൽ ഫന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ മുതവഫ സനത 1335 1335 വർഷത്തിൽ വഫാത്തായ വലിയില്ലാഹിൽ ഫരീദിൽ ഫന്നാനി എന്ന പ്രചാരത്തിലുള്ള മജ്ദൂബായ വലിയ ഒരു ഷേഖുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവും പ്രത്യേകാനുമായിരുന്നു ആര്? ഈ പറയുന്ന ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന മുസ്ലിയാർ. മുഫസ്സിറൻ ലി കലാമിഹി, അത് മാത്രമല്ല ഈ ഷേഖ് പറയുന്ന കലാമിനെ വ്യാഖ്യാനിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം കുട്ടി. മുഅബ്ബിറൻ അൻ ഇശാറത്തിഹി റളിയല്ലാഹു അൻഹു മാ വനഫഅന ബിഹിമാ. ഈ ഷെയ്ഖ് സൂചനകൾ മാത്രമേ നൽകുള്ളൂ. അത്തരം സൂചനകളെ കുറിച്ച് ഇബാറത്തിട്ട് വ്യക്തമാക്കി തരുന്ന ആളായിരുന്നു ഈ പറയുന്ന മഹാനായ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇത്രയും പുണ്യമുള്ള ഒരാളാണ് ഈ മുഖദ്ദിമയും ശേഷമുള്ള പ്രാർത്ഥനയും ഉണ്ടാക്കിയത് എന്നർത്ഥം. വഹീനമായി മുദദ്ദിസൻ ഹുനാക, ഫന്നാനിയിൽ മുദദ്ദിസായിക്കൊണ്ട് താമസിക്കുന്ന സമയത്ത് സാഫറ ഇലാ ബൽദത്തി ഉളിയിൽ, ഉളിയിൽ ബൽദത്തിൻ ഷഹീറ ഈ ഷർഖിൻ മത്നൂർ അലാ മസാഫത്തി 90 കിലോമീറ്റർ മിൻഹ. ഉളിയിൽ എന്ന് പറയപ്പെടുന്ന പ്രചാരമുള്ളൊരു നാടുണ്ട്. അതെവിടെയാണ്? അവിടുന്ന് ഒരു 9 കിലോമീറ്റർ പോയ മത്തനൂർ എന്ന് പറയും. അപ്പൊ മത്തനൂർ ഭാഗത്തുള്ള കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രചാരമുള്ളതാണ് ഉളിയിൽ. ആ ഉളിയിൽ നാട്ടിലേക്ക് മൂപ്പരെന്തായി പൊന്നാനി യാത്ര പോയി. എന്തിന്? ലിൽവാലി, ഉപദേശത്തിന് വേണ്ടിയിട്ടും നസിയത്തി സൽഗുണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടും അതിനും വേണ്ടിയിട്ട് പോയതായിരുന്നു. അങ്ങനെ മാത്ത വിഹാർ, അങ്ങനെ ഉളിയിലെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മഹാൻ വഫാത്തായി. വർഷം സനത്ത 1323 മൂപ്പര് അങ്ങനെ വാതിന് പോയിട്ട് അവിടെ മരിച്ചത്.
എന്നിട്ടോ കബറടക്കിയത് എവിടെയാ? വദുഫിന ബി ജിഹത്തി ശിവാൻ ലിൽ മസ്ജിദിൽ ജാമിൽ ഉളീരി. ഉളീരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജുമുഅത്ത് പള്ളിയുടെ വടക്ക് ഭാഗത്തായിട്ട് മറമാടപ്പെട്ടിരിക്കുകയാണ് മഹാനവറുകളെ. ഇതൊരു കഥ പറയാം. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അന്ന ഷെയ്ഖൽ വലിയൽ ഫരീദൽ മുതഖദ്ദിമു ദിക്റുഹു. ഷെയ്ഖുൽ വലിയിൽ ഫരീദ് എന്ന് പറയുന്നൊരു മഹാനുണ്ടല്ലോ, പൊന്നാനി അറിയപ്പെട്ടൊരു മഹാനായ ഒരാളാണല്ലോ മൂപ്പര്. ആ ഫരീദ് എന്ന് പറയുന്ന മഹാനവറുകൾ ഹാല മൂപ്പര് പറയുണ്ടായി യോമൻ ഒരു ദിവസം, ഇന്നൽ മലായികത ലതർഫഉ ബിറൂഹിൽ അഖി ഇബ്രാഹിം കുട്ടി. എന്റെ സഹോദരനായിരിക്കുന്ന ഇബ്രാഹിം കുട്ടിയുടെ ആത്മാവുമായിക്കൊണ്ട് മലായികത്തുകൾക്ക് ഉയർന്നു പോകുന്നുണ്ട്. ഇത് പറയുകയാണ് ഈ വലിയുൽ ഫരീദ് എന്ന് പറയുന്ന മഹാനവറുകൾ. അപ്പോ ആ സമയത്ത് അവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഡേറ്റോടെ കുറിച്ച് വെച്ചു. സുമ്മ ബഅദ പിന്നെ ആ സംഗതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം അത്താഹും ഖബറു വഫാത്തി, അവരുടെ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ മരിച്ചു എന്ന വിവരം അവർക്ക് കിട്ടി. ഫഇദൻ ഹുവൽ വഖ്തുൽ മുതഖദ്ദിമു. അപ്പൊ നോക്കുമ്പോ ഈ വലിയുൽ ഫരീദ് എന്ന് പറയുന്ന മഹാൻ പറഞ്ഞ അതേ ടൈം തന്നെയാണ് അത്. അവർക്ക് മനസ്സിലായി. റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹിം വബിഅംസാരിഹിം. അവരെ തൊട്ട് അല്ലാഹു തആല തൃപ്തിപ്പെടട്ടെ, അവരെ കൊണ്ടും അവരെ പോരാത്തവരെ കൊണ്ടും അള്ളാഹു നമുക്ക് ഉപകാരം ചെയ്യട്ടെ എന്ന്. ഇതാണ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം കുട്ടിയുടെ ചരിത്രം. അപ്പൊ ഇബ്രാഹിം കുട്ടിയുടെ ഷെയ്ഖാണ് ആര്? നമ്മുടെ ഈ പറഞ്ഞതായിരിക്കുന്ന ഫരീദ് എന്ന് പറയുന്ന മഹാനായ വലിയ മഹാനവറുകളാണ് ഇക്കാര്യം പറഞ്ഞു കൊടുത്തത്.